എല്ലാവർക്കും നമസ്കാരം. ഫാം ടെക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സിമ്പിളായി ഇലക്ട്രിക്കൽ മരം മുറിക്കുന്ന ഒരു മെഷീനെ പറ്റിയാണ്. അതിൻ്റെ പേരാണ് ചെയിൻസോ ഇലക്ട്രിക്കൽ കൺവേർട്ടർ. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താവുന്നത് സിമ്പിളായിട്ടുള്ളൊരു കട്ടിങ്, നമ്മുടെ സാധാ ടെയിൽ കട്ട് ചെയ്യുന്ന ഗ്രൈൻഡറിനെ കുറിച്ചാണ്. ആ ഗ്രൈൻഡറിലാണ് നമ്മളിപ്പോൾ ഒരു മരം മുറിക്കുന്ന ഒരു ചെയിൻസോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഇത് വന്നിട്ട് ചെസ്റ്റോണ്ട് ഇലക്ട്രിക് ചെയിൻസോനാണ്. ഇത് വന്നിട്ട് പ്രൈസ് വരുന്നത് മാർക്കറ്റ് പ്രൈസ് വന്നിട്ട് 1000 സംതിങ്ങിനകത്താവേ ഉള്ളൂ. അതേപോലെ ഗ്രൈൻഡർ നമുക്കങ്ങനെ മൊത്തത്തിൽ ഒരു 2500 രൂപയ്ക്ക് ഒരു അടിപൊളി മരം മുറിക്കുന്ന മെഷീൻ്റെ അൺബോക്സിങ് വീഡിയോയാണ് നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ചെയിൻസോയാണ്. ചെയിൻസോ എന്ന ബ്രാൻഡിൻ്റെയാണ്. ഇതിപ്പോൾ വന്നിട്ട് നോർമലി 1900 അടുപ്പിച്ച് റേറ്റ് ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് 1000-നകത്താണ് കിട്ടിയത്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്തുള്ള ഇതാണ് നമ്മുടെ സാധനം. ചെസ്റ്റോൺ ബ്രാൻഡാണ് ഇലക്ട്രിക് ചെയിൻസോൺ. ഇതിപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഇതിൻ്റെ ബ്ലേഡും മറ്റ് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഗ്രൈൻഡർ നമ്മൾ സെപ്പറേറ്റ് തന്നെ മേടിക്കണം. പിന്നെ ഈ ബോക്സിൽ തന്നെ ചെസ്റ്റോൺ ഇലക്ട്രിക് ചെയിൻസോൺ ബ്രാക്കറ്റ് ആണ് വിത്ത് അഡാപ്റ്റർ വെച്ച് ഏഞ്ചൽ ഗ്രൈൻഡർ ആണ്. എന്താ പ്രൈസ് കണ്ടോ? പ്രൈസ് 1900 സംതിങ് ആണ്. ബ്രാൻഡ് വന്നിട്ട് ചെസ്റ്റോൺ ആണ്. ഓക്കെ, ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2 കിലോയ്ക്ക് അകത്തേ ഉള്ളൂ വരുന്നത്. അപ്പോൾ ഇതായി കാണുന്ന ഇത്രയും പാർട്സുകളാണ് നമ്മളെ ഈ ബോക്സിൽ വന്നിരിക്കുന്നത്. ഇത് അതിൻ്റെ ചെയിനാണ്, മെയിനായിട്ടുള്ള ചെയിൻസോടെ ഒരു ചെയിനാണ്. വളരെ ഷാർപ്പും തിക്നെസ്സും കൂടിയ ഒരു ചെയിനാണിത് ഈ കാണുന്നത്. അതേപോലെ തന്നെ ബാക്കി വന്നിട്ടുള്ള ടൂൾസൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ ഒരു അടപ്പ് ക്യാപ്പാണ് 2 സൈഡിലും. പിന്നെ അതൊരു സേഫ്റ്റി ആയിട്ടുള്ളൊരു ബ്ലേഡും. ഇത് വന്നിട്ട് അതിൻ്റെ ഹാൻഡിൽ ബാറാണ്. വളരെ തിക്നെസ്സും ഹാർഡും കൂടിയൊരു ഹാൻഡിൽ ബാറാണ്. അതുപോലെ ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 സൈഡിലും ക്യാപ്പ് അടപ്പുകളാണ്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നവർ. അതേപോലെ നെട്ടും ബോൾട്ടും യൂസ് ചെയ്യാനും. ഇത് അതിൻ്റെ ഓയിൽ ടാങ്കാണ്. നമുക്ക് ഈ മെഷീൻ റണ്ണിങ് കണ്ടീഷനിലാകുമ്പോൾ ഓയിൽ ഇൻബൾട്ട് ചെയ്ത് നമ്മുടെ ഈ മെഷീൻ റണ്ണിങ്ങിലേക്ക് പോകാൻ വേണ്ടിയാണ്. ബാക്കിയുള്ള ടൂൾസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് വന്നിട്ട് നമ്മുടെ വാഷറും ടൈപ്പും അതിൽ ചെയ്യാനുള്ള സ്ക്രൂകളാണ്. ഇതാണ് നമ്മുടെ ചെയിൻസോയിലെ മെയിൻ പാർഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒരു നല്ല കട്ടി കൂടിയൊരു പ്ലേറ്റാണ്. അപ്പോൾ ഈ പ്ലേറ്റ് വഴിയാണ് ചെയിൻസോ റണ്ണിങ് കണ്ടീഷനിൽ നീങ്ങുന്നത്. ഇത് വന്നിട്ട് നമുക്ക് മാനുവലാണ്. നമുക്ക് ഈ മാനുവലിലും നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയിലും പറഞ്ഞിരിക്കുന്ന അതേ പ്രൊസീജിയറിൽ ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻസോ വർക്കിംഗ് കണ്ടീഷൻ ആവുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയിൻസോൻ്റെ മെയിൻ ചെയിനായിട്ടുള്ള ചെയിൻ നമുക്ക് പുറത്തെടുക്കാം. എന്ന് പറഞ്ഞാൽ ചെയിൻ എന്ന് പറഞ്ഞാൽ വളരെ ഓയിലി ചെയിനാണ്. അത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതേപോലെ വളരെ ഷാർപ്പ് ബ്ലേഡാണ്. അതിൻ്റെ ഓരോ പോയിൻ്റ് കണ്ട് തന്നെ അതന്നെ അറിയാം. വളരെ ഷാർപ്പായിട്ടുള്ളതാണ്. ഷാർപ്പും അതേ തിക്നെസ്സുമാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും നമുക്ക് വലിയ വലിയ മരങ്ങൾ തന്നെ മുറിക്കാൻ വേണ്ടി മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബ്ലേഡാണ്. അപ്പോൾ ഈ ബ്ലേഡ് റണ്ണിങ് ചെയ്യുന്നതും അതേപോലെ അതിൻ്റെ ഷാർപ്നെസ്സും കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും വലിയ മരങ്ങൾ തന്നെ മുറിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. ബാക്കി കാണുന്നതാണ് ഇതിൻ്റെ ബാക്കിയുള്ള ടൂൾസ് എല്ലാം. ഒരു സ്റ്റാർ ടൈപ്പ് ഒരു വാഷർ വരുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലങ്കി വരുന്നുണ്ട്. ബാക്കി സ്ക്രൂസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓയിൽ ടാങ്ക്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അതേ സെയിം പ്രൊസീജിയറിൽ തന്നെ ഫിറ്റ് ചെയ്യണം പരമാവധി. അല്ലെങ്കിൽ മാനുവൽ ഇൻസ്ട്രക്ഷൻ തന്നെ നോക്കി ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ മെഷീൻ വർക്കിംഗ് ആവുന്നതല്ല. അപ്പോൾ ആദ്യമായി നമുക്ക് ഈ വാഷർ എടുക്കാം. വാഷർ എടുത്ത് നമ്മൾ നേരത്തെ എടുത്ത ഗ്രൈൻഡറിൽ ജസ്റ്റ് വാഷർ ഒന്ന് ഇടുക. നല്ല ടൈറ്റ് വാഷറായിരിക്കും. ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ വാഷർ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി വെക്കണം മെഷീനിൽ കറങ്ങുന്നുണ്ടോ ഇല്ലെന്ന്. അപ്പോൾ ഓൾറെഡി മെഷീൻ തന്നെ ഒന്ന് കറങ്ങും. അതിനുശേഷം നമുക്ക് ഈ മെയിനായിട്ടുള്ള ഇതാണ് പ്ലേറ്റ്. ഈ പ്ലേറ്റ് ഒന്ന് എടുത്ത് 2 സൈഡിലും സ്ക്രൂ ഒന്ന് ജസ്റ്റ് ലൂസാക്കുക.
ലൂസാക്കിയതിന് ശേഷം നമ്മൾ ഈ വെച്ച വാഷറിനകത്ത് തന്നെ വെക്കണം. ഇതാണ് ചെയിൻ സോവിൻ്റെ മെയിൻ പ്ലേറ്റ് തന്നെ. ഇതിലാണ് ബാക്കിയുള്ള നമുക്ക് സ്ക്രൂവും കാര്യങ്ങളെല്ലാം കൊണ്ടൊന്ന് പിടിപ്പിക്കാനുള്ളത്. അപ്പോൾ ആദ്യം ഇതൊന്ന് ബേസ് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ടൈറ്റ് ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡ് എല്ലെങ്കിലൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ടൂൾസിലേക്ക് നീങ്ങാം. അപ്പോൾ ഇനിയുള്ള ടൂൾസ് എന്ന് പറഞ്ഞാൽ ഇത് ചെയിൻ സോവിൻ്റെ നമ്മൾ പ്ലേറ്റാണ്. അപ്പോൾ പ്ലേറ്റ് എപ്പോഴും എടുത്തിട്ട് അതിൻ്റെ ചെയിൻ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. വീഡിയോയിലും നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പല്ലുള്ള ഭാഗം, ഷാർപ്പ്നെസ് ഉള്ള ഭാഗം എപ്പോഴും പുറത്തായിരിക്കണം. അതേപോലെ അതിൻ്റെ പല്ലുകൾ വരുന്ന ഭാഗം മാത്രം അകത്താണ്. അപ്പോൾ ഈ പല്ലുകൾ തമ്മിൽ കറങ്ങിയാണ് ചെയിൻ സോ ഗ്രൈൻഡറുമായിട്ട് കറങ്ങുന്നത് തന്നെ. അപ്പോൾ ഇപ്പോൾ ആ പല്ലുകളെല്ലാം നല്ല രീതിക്ക് ആ സൈഡിലുള്ള ഒരു ഹോള് പോലെ ഉണ്ട്, സൈഡിലൊരു തിക്നെസ് ആയിട്ടുള്ള. അപ്പോൾ അതിനകത്ത് ഓൾറെഡി പിടിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മുടെ ഗ്രൈൻഡറിൽ ഓൾറെഡി നമ്മൾ ഈ വുഡ് കട്ട് ചെയ്യാനും ബാക്കിയുള്ള ഇടുന്ന ബ്ലേഡിനോടൊപ്പം 2 വാഷർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ വാഷർ നമുക്ക് ഇതിൽ ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി ചെയിൻ സോ ഓൾറെഡി ഒരു വാഷർ ടൈപ്പ് തന്നിട്ടുണ്ട്, ഒരു സ്റ്റാർ ടൈപ്പ് വാഷർ. അപ്പോൾ നമ്മൾ ഈ ഗ്രൈൻഡറിൽ കിടക്കുന്ന മറ്റേ ടൈപ്പ് 2 വാഷറും നമുക്ക് ഉപയോഗമില്ലാത്തതാണ്. അപ്പോൾ ആ 2 വാഷറും നമുക്ക് ഊരിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചെയിൻ സോ തന്നിരിക്കുന്ന ഒരു സ്റ്റാർ ടൈപ്പ് വാഷറുണ്ട്. സ്റ്റാർ ടൈപ്പിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പല്ലുകൾ പിടിച്ച് കറങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ സ്റ്റാർ ടൈപ്പ് വാഷർ കറങ്ങുമ്പോഴാണ് നമ്മൾ ഈ ചെയിൻ സോയുടെ പ്ലേറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പല്ലുകൾ കറങ്ങുന്നത്. അപ്പോഴാണ് ഈ മെഷീൻ വർക്കിംഗ് കണ്ടീഷനിൽ തന്നെ ആവുന്നത്. അത് അത്രയ്ക്കും ഫാസ്റ്റായിട്ടും കറങ്ങുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ തടിയെല്ലാം നിഷ്പ്രയാസം വെട്ടിമുറിച്ച് മാറ്റാൻ പറ്റുന്നത്. അതേപോലെ ഇതൊരു കറുത്ത ടൈപ്പ് സ്ക്രൂ ആണ്. ഇതൊരു എല്ലങ്കി മോഡൽ ടൈപ്പ് സ്ക്രൂ ആണ്. അത് ഈ നമ്മുടെ പ്ലേറ്റ് ഒന്ന് നല്ല രീതിക്കൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയാണ്. അതെപ്പോഴും നല്ല ലൂസായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മെഷീനൊക്കെ തുറന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ പ്ലേറ്റൊക്കെ സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ബ്ലേഡ് പല്ല് പോലത്തതെല്ലാം ഇതിലൊന്ന് പിടിപ്പിക്കുക. പ്ലേറ്റിലൊന്ന് പിടിപ്പിച്ച് നേരെ നമുക്ക് ഗ്രൈൻഡറിൽ കൊണ്ടുവരിക. ഗ്രൈൻഡറിൽ നമ്മൾ നേരത്തെ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന ആ പല്ല് ടൈപ്പ് വാഷറുണ്ടല്ലോ, അപ്പോൾ ആ പല്ല് ടൈപ്പ് വാഷറിൽ ഇതങ്ങ് പിടിപ്പിക്കുക. അപ്പോൾ ആ പല്ലിൽ ഓൾറെഡി ഇത് പിടിച്ച് കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട, നേരത്തെ നമ്മളൊരു കാണിച്ചൊരു കറുത്ത സ്ക്രൂ ഉണ്ടല്ലോ, കറുത്ത സ്ക്രൂ ജസ്റ്റ് ഒന്ന് ആ ഹോളിൽ ഒരു ഹോളുണ്ട്. ഒരു സൈഡിൽ ഒരു ഹോളും ഒരു സൈഡിൽ 2 ഹോളും ഉണ്ട്. ഒരു ഹോളുള്ളിടത്ത് ഒന്ന് ജസ്റ്റ് കയറ്റി ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുക. ടൈറ്റ് ചെയ്താലും ചെറിയൊരു ലൂസ് കാണും. ഇനി അതിൻ്റെ 2 സൈഡിലെ ക്യാപ്പുകളുണ്ട്. അപ്പോൾ 2 ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അവർ സേഫ്റ്റിക്ക് വേണ്ടി തന്നിരിക്കുന്നതാണ്, പൊടിയും കാര്യങ്ങളൊന്നും തിരിച്ചടിക്കാതിരിക്കാൻ. അപ്പോൾ ആ ക്യാപ്പുകൾ 2 നല്ല രീതിക്കൊന്ന് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി അല്ലെങ്കിൽ സ്ക്രൂ ടൈപ്പാണ്. അപ്പോൾ ആ ക്യാപ്പ് 2 നല്ല രീതിക്ക് ഇറുക്കി ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതായി ഇതിൽ വെക്കേണ്ടത് നമ്മുടെ ഹാൻഡിൽ ബാറാണ്. അപ്പോൾ നേരത്തെ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു, നല്ല ഗ്രിപ്പുള്ളൊരു ഹാൻഡിൽ ബാറാണ് ഇതിൽ വരുന്നത്. ഗ്രിപ്പും അതേപോലെ തന്നെ നല്ല സ്ട്രോങ്ങുമാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും മെഷീൻ റണ്ണിങ് കണ്ടീഷനിൽ നിൽക്കുമ്പോഴും ഈ ഹാൻഡിൽ ബാറിലാണ് നമ്മുടെ ഈ മെഷീനും അതേപോലെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് തന്നെ. അപ്പോൾ അത്രയ്ക്ക് നല്ല ഹാർഡായിട്ടുള്ളതാണ്. അപ്പോൾ അത് എപ്പോഴും ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ സ്ക്രൂ ചെയ്ത് അല്ലെങ്കിൽ നല്ല ടൈറ്റ് ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ അതൊന്ന് ലൂസായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇത് മെഷീൻ്റെ വർക്കിംഗ് തന്നെ സ്ലോ ആവുകയും അതേപോലെ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് മെഷീൻ പോകാനും സാധ്യതയുണ്ട്. അതേപോലെ ഇതൊരു ഒരു ബ്ലേഡാണ്. സേഫ്റ്റി ബ്ലേഡെന്ന് പറയാൻ പറ്റില്ല, ഒരു സേഫ്റ്റി പോർഷനാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ തെറിക്കുന്ന ഈ വുഡിൻ്റെ പീസുകളും ബാക്കി എന്തെങ്കിലുമൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് നമ്മൾ ദേഹത്തോട്ട് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ചെറുത്ത് നിർത്താൻ വേണ്ടിയാണ് ഈ ഒരു പ്ലേറ്റ് പോലെ ഇരിക്കും, നമ്മൾ നല്ല രീതിക്ക് എല്ലെങ്കിൽ ടൈറ്റ് ചെയ്യേണ്ടതാണ്. അതും അതിൻ്റെ ഒരു സേഫ്റ്റിയുടെ ഒരു ഭാഗമായിട്ടാണ്, നല്ല രീതിക്ക് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ മെഷീൻ സെറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് കഴിഞ്ഞാൽ സെർവോയുടെ ഒരു ഓയിലാണ്. ഇത് വലിയ പ്രൈസൊന്നും ആവില്ല, ഒരു 120-130 രൂപ ആവുള്ളൂ. അപ്പോൾ ഇത് ഒഴിക്കുന്നത് എന്താ പറഞ്ഞാൽ നമ്മുടെ ഈ മെഷീൻ എപ്പോഴും വർക്കിംഗ് കണ്ടീഷനിൽ ഓയിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മെഷീനിൽ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ മെഷീൻ ഓടാനുള്ള ഓയിൽ ഓൾറെഡി തന്നെ ഇതിലുണ്ട്. അപ്പോൾ ഈ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ മെഷീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി മെഷീൻ വളരെ സ്മൂത്തായിട്ട് തന്നെ റണ്ണിങ് കണ്ടീഷനിലാവുന്നതാണ്. ഓയിൽ എപ്പോഴും ഇതിലൊക്കെ സ്പ്രെഡ് ആവുന്നതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ചെയിൻ സോയുടെ. മിക്ക മെഷീനിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷേ ചെയിൻ സോയിൽ ഓൾറെഡി ഈ ഓയിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ മെഷീൻ്റെ ബ്ലേഡുകളും കംപ്ലൈൻറ്റ് വരില്ല. അതേപോലെ മെഷീൻ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഇത്രയും നല്ല കട്ടി കൂടിയ തടിയാണ്. ഇത് കൽക്കേഷ്യ പോലത്തെ തടികളാണ്. അപ്പോൾ ഇതേപോലത്തെ തടികൾ തന്നെ ഇവിടെ വളരെ ഈസിയായി മുറിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. അതേപോലെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ചെറിയ പീസ് വിറകുകളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്.
വിറകുകൾ, അതേപോലെ തന്നെ തെങ്ങും പീസുകൾ. മുഴുവനുള്ള തെങ്ങുകൾ ആരും ഇതിൽ മുറിക്കാൻ ശ്രമിക്കരുത്. തെങ്ങിൻ്റെ പീസുകളെല്ലാം നമുക്ക് മുറിച്ച് മാറ്റാൻ പറ്റും. അതേപോലെ ചെറിയ ചെറിയ പീസുകൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബ്ലേഡ് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റിംഗ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോകൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.